കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ ഞാനിപ്പം പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫേസ് വാഷ്. ഞാൻ അധികവും എല്ലാ ദിവസവും 2 നേരം എന്തായാലും ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അധികം മാമ-എർത്തിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷ് ഇല്ലേ, അപ്പോൾ അതാണ് ഞാൻ പൊതുവേ മാമ-എർത്തിൻ്റെ ഫേസ് വാഷേ യൂസ് ചെയ്യലുള്ളൂ. അപ്പം ഞാനിതാ ഈ ഫേസ് വാഷാട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ടോണർ യൂസ് ചെയ്യില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ ആസ് ഗുഡ്നസിൻ്റെ ഒരു ടോണറാണ് കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും യൂസ് ചെയ്യില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ ഒന്ന്. പിന്നെ പൊതുവെ ഇവിടെ തണുപ്പ് കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റെ മുഖമൊക്കെ നല്ലോണം ഡ്രൈ ആവും. അപ്പം എന്തായാലും ഞാൻ ടോണറൊക്കെ യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ചെയ്യലുള്ളൂ. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പം എല്ലാ സ്കിൻ ടൈപ്പിനും ആപ്റ്റാണല്ലോ. അപ്പം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ആട്ടോ അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വല്ലാണ്ട് തിക്കും അല്ല, എന്നാൽ നല്ല തിക്കും അല്ല, ഇട്ടാൽ വേഗം അബ്സോർബ് ആവുന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മോയ്സ്ചറൈസറാണ് അധികം യൂസ് ചെയ്യലുള്ളത്. പിന്നെ ഓരോ സ്കിന്നും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം എൻ്റെ സ്കിന്നിന് പറ്റുന്ന ഇരിക്കില്ലല്ലോ ബാക്കിയുള്ള സ്കിന്നിന് പറ്റുക. പക്ഷെ എൻ്റെ സ്കിന്നിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ ബയോട്ടിക്. ഞാൻ പോൺസ് ആയിക്കോട്ടെ നിവ്യ ആയിക്കോട്ടെ അതൊന്നും എനിക്ക് യൂസ് ചെയ്താൽ അത്രയും ഒരു ഇത് കിട്ടലില്ല. പക്ഷേ ഇത് എനിക്ക് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന സിറം വൈറ്റമിൻ സിൻ്റെ സിറും അതേപോലെ CS-ൻ്റെ സിറും ഉണ്ടോ. പിന്നെ സിറും ഞാൻ അതേപോലെ എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല, രാത്രി എപ്പോഴെങ്കിലും ഒന്ന് യൂസ് ചെയ്യലുള്ളൂ. അപ്പം ഈ വൈറ്റമിൻ സി സിറം എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് CS ആട്ടോ. CS ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓയിൽ ടെക്സ്ചർ ആണ്. അപ്പോൾ അധികം ഞാൻ രാത്രി മാത്രമേ യൂസ് ചെയ്യലുള്ളൂ CS ഒക്കെ. പിന്നെ ഞാനിതാ അധികം യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. നാച്ചുറൽ എസൻസിൻ്റെ സൺബാനും അതേപോലെ തന്നെ ഡെർമാക്കോൻ്റെ സൺസ്ക്രീനും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഡെർമാക്കോ ആണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ എസൻസാണ്. ഞാൻ എൻ്റെ ഡെർമാക്കോ സൺസ്ക്രീൻ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നാച്ചുറൽ എസൻസിലോട്ടൊന്ന് മാറി നോക്കിയത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഡെർമാക്കോ തന്നെയാണ്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഡെർമാക്കോയിലോട്ട് മാറാനുള്ള പ്ലാനിലാട്ടോ. എന്നിട്ട് ഞാനിതാ എൻ്റെ സ്കിൻ കെയർ പരിപാടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജേണൽസൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിതാ ജസ്റ്റ് നമ്മുടെ ടു ഡു ലിസ്റ്റ് ഉണ്ടല്ലോ, അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജേണൽ എടുക്കുകയാണ്. ഇതിൽ ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രയർ ട്രാക്കർ ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ ഖുർആൻ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഓടിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് വെക്കലുണ്ട്. പിന്നെ അതേപോലെ സെൽഫ് കെയർ ആയിക്കോട്ടെ. പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ അത്യാവശ്യം നല്ല പിന്നിലാണ്. എനിക്ക് അത്രയും ഡ്രൈ സ്കിൻ ആണെങ്കിലും കൂടിയിട്ട് ഞാൻ നല്ല പിന്നിലാണ്. അപ്പോൾ ഞാൻ വെള്ളം എത്ര കുടിക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെ ഞാനിങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോന്നും ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ടു ഡു ലിസ്റ്റ് ആയിക്കോട്ടെ ഒക്കെ ഞാൻ അങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സ്ലീപ്പിംഗ് ട്രാക്കറും ഒക്കെ എനിക്കങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യലുണ്ട്. പിന്നെ ഞാനിതാ ഡയറിയൊക്കെ ജസ്റ്റ് ചെയ്താൽ നിൽക്കുന്നുണ്ട്. ഞാൻ അധികവും ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണോ അത് ഞാൻ ഡയറിയിൽ എഴുതാൻ നോക്കലുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനതാ ഹെയറിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അധികവും രാവിലെ തന്നെ ആൽഫ് ഗുഡ്നസിൻ്റെ നമ്മൾ ഈ റോസ്മേരി വാട്ടർ ഇല്ലേ അത് ഞാൻ അധികം യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ അധികം രാവിലെ തന്നെ, ചിലർ രാത്രിയാണ് യൂസ് ചെയ്യല്, ഞാൻ അധികം രാവിലെ തന്നെ യൂസ് ചെയ്യില്ല കേട്ടോ. എന്നിട്ട് ഞാനിതാ ഹെയറൊക്കെ നല്ലോണം കോംബ് ചെയ്ത് പിൻസൊക്കെ വെച്ച് നല്ലോണം സെക്യൂർ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഗ്രീൻ പീസ് കറി വേഗം കുക്കറിലാക്കിയിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേഗം പൂരി ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ അധികം അങ്ങനെ തന്നെ ചെയ്യൽ. ഗ്രീൻ പീസ് കറി വേഗം ആക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വിസിലിടാൻ എന്തായാലും ടൈം എടുക്കുമല്ലോ. ആ നേരം കൊണ്ട് ഇവിടെ പിന്നെ അതിന് മാത്രം പൂരി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഞാൻ ഇക്കാക്കി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ആകെ കുറച്ച് പൂരി മതി. അപ്പം ആ സമയം കൊണ്ട് എനിക്ക് വേഗം പൂരി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ വേഗം കൂടുതലുള്ള സോഫ്റ്റ് പൂരിയും, ഞാൻ അധികം ചുടുവെള്ളത്തിലാണ് പൂരി കുഴക്കൽ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് പൂരി ആയിരിക്കും അധികം ഉണ്ടാവില്ല. അങ്ങനെ ഞാനിതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിനുശേഷം പ്ലേറ്റും കാര്യങ്ങളൊക്കെ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാനിതാ എൻ്റെ പ്ലേറ്റും ഗ്ലാസും എല്ലാതും
കേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ആ പാത്രം കേക്ക് കഴിഞ്ഞാൽ ആ സമയം തന്നെ നമ്മുടെ ഈ വാഷ് ബേസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കലുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം വൃത്തിയാവും. നമ്മളിത് അവിടെ തന്നെ വെച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യുമ്പം നല്ല പാടാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ പാത്രം കേക്ക് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഞാൻ വേഗം സ്ക്രബ് ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മോർണിംഗ് റുട്ടീൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും അതേപോലെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.